ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ജഡ്ജിക്കുന്നില്ല വീഡിയോ. ഫുള്ള് വീഡിയോ, കാരണം ഇതൊരു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഫുള്ള് നമുക്ക് കാണാൻ പറ്റും, എയർപോർട്ട് കാണാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. അവിടെ ജഡ്ജിക്കുന്ന് നമ്മൾ മാച്ച് കളിക്കാൻ പോകണം, ടൂർണമെൻറ്റോ അല്ലെങ്കിൽ മാച്ചോ കളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ക്രിക്കറ്റ് ഗ്രൗണ്ടുണ്ട്, ചെറിയ ചെറിയ ഗ്രൗണ്ട്, നല്ല ഗ്രൗണ്ടാണ്. പക്ഷേ അവിടുത്തെ മെയിൻ വിഷയം ഒരു തണൽ പോലും ഇല്ല, ഒരു മരമോ ഒരു വീടോ ഒന്നുമില്ല, ഫുള്ള് വെയിലത്ത് നിന്നോളണം. ഗ്രൗണ്ട് കൊള്ളാം, അടിപൊളി ഗ്രൗണ്ടാണ്, വേറെ ശല്യങ്ങളോ ഒന്നുമില്ല, വേറെ ഡിസ്റ്റർബ് ഒന്നുമില്ല. അല്ലെങ്കിൽ ബോൾ പോകുന്ന അങ്ങനെ പേടിക്കേണ്ട. മുമ്പ് പുല്ലൊക്കെ ഉണ്ടായി, ഇപ്പോൾ പുല്ലും ഇല്ല, എല്ലാം വെട്ടിക്കളഞ്ഞു. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം, ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ, അറിയാമല്ലോ, കുറേ മാസങ്ങൾക്ക് ശേഷം അങ്ങനെ ഈ ഞായറാഴ്ചയും കളിക്കാൻ പോയായിരുന്നു. കളി ഭംഗിയായിട്ട് തോറ്റിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ കുറേ മാസങ്ങളായി, കഴിഞ്ഞ ഡിസംബറിലെ കളി നിർത്തിയത്, അതിന് ശേഷമാണ് പിന്നെയും കളിക്കണേ. അങ്ങനെ കളിക്കണ സംഭവം വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ കളിക്കുമ്പോൾ ഈ കളി നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി, പിന്നെ രണ്ടാം ദിവസം നമുക്ക് ഇത് ഓടയും ചാടുകയൊക്കെ ചെയ്യല്ലേ, ഇതൊക്കെ ഇനി അടുത്ത കാലങ്ങളിലോ അല്ല ഇതൊക്കെ നമുക്കൊരു ഓർമ്മകളായിട്ട് മാറും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഫ്രീ ഇടുന്ന സമയമൊക്കെ കളിക്കാൻ പോകും. അങ്ങനെ ഈ ആഴ്ച ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് കളി തുടങ്ങിയത്. പിന്നെ നമ്മളെ ചേട്ടന്മാരുണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ വരാം, നമുക്ക് കളിക്കാം. ഇല്ലേ, നല്ലൊരു പ്ലേസാണ് അവിടെ കാണാൻ, അടിപൊളിയാണ്. പക്ഷേ ഫുള്ള് വെയിലാണ്, അതാണ് മെയിൻ വിഷയം, അതാണ് ഭയങ്കര വെയിലാണ്. അപ്പോൾ തൊപ്പിയോ എന്തൊക്കെ വെച്ച് അങ്ങനെ നിൽക്കണേ, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ആൾ ഏകദേശം പപ്പളം പോലെ ആയിപ്പോകും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ പിന്നെയും കാണാം. പിന്നെ ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് എൻജോയ് കിട്ടുന്ന നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തുണ്ട് അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞതിൽ നമ്മൾ അനിയന്മാരും ചേട്ടന്മാരൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, കളിക്കാൻ പറഞ്ഞതിൽ. അതാണ് ഇപ്പം സംഭവം, ഈ പ്രായം കഴിഞ്ഞു പോയതല്ല, നമ്മളെ കളി വിട്ടിട്ട് നമ്മൾ ഈ ജയിക്കാൻ വേണ്ടി മാത്രമല്ല കളിക്കണത്. ഇത് ഒരു സ്പിരിറ്റാണ് കളി, ജയിക്കണ തോക്കണ രണ്ടാമല്ലേ, കളിയോടുള്ള സ്പിരിറ്റ് കാരണം നമ്മൾ കളിക്കാൻ പോകുന്നതാണ്.